ആകാശ്, അവൻ്റെ വരവ് നല്ലതിനാണെന്ന് തോന്നുന്നില്ല. ഇന്നലെ റെജിന പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് ക്രിസിനെ അവൻ അവിടെ വെച്ച് എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങോട്ടുള്ള വരവും അതിനുവേണ്ടി തന്നെ ആയിരിക്കണം. റോബർട്ട് അങ്കിളിൻ്റെ കമ്പനിയും സ്വത്തും തിരികെ പിടിക്കാൻ വേണ്ടിയാണ് ക്രിസ് അങ്ങോട്ട് പോയതെങ്കിലും അതൊന്നും നടന്നുമില്ല. ഇപ്പോൾ ആകാശ് ഇങ്ങോട്ട് വന്ന് അവൻ്റെ ഈ കമ്പനി കൂടെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതിന് അവൻ അനുവദിച്ചുകൂടാ. ക്രിസിൻ്റെ കൂടെ തന്നെ നിന്ന് ആകാശിനെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കണം. ഇവിടെ വെച്ച് അവൻ ക്രിസിനെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ഞാൻ സ്വയവും പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാകും. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവൻ്റെ വൃത്തികെട്ട സ്വഭാവം മനസ്സിലായതാണെങ്കിലും ഇപ്പോൾ അവൻ എൻ്റെ നേരെ കൂടെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ഇത്തവണത്തേക്ക് ക്രിസ് രക്ഷപ്പെടുത്തി. എപ്പോഴും ക്രിസ് കൂടെ ഉണ്ടാകണമെന്നില്ല. അവനാണെങ്കിൽ ഗ്രീൻ വാലി റിസോർട്ടിലാണ് താമസവും. അവൻ്റെ കൂടെ ഒരു കൂര ഷെയർ ചെയ്യേണ്ടി വരുന്നത് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. പറ്റുന്നതും അവൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് ചെന്ന് ചാടാതിരിക്കുന്നതാണ് നല്ലത്. എസ്തർ, അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമാണെന്ന്. ആകാശിൻ്റെ പെരുമാറ്റവും സംസാരവുമൊക്കെ അവളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനെ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നോടുള്ള ദേഷ്യത്തിന് അവൻ ഇവളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഇടവരുത്താതിരിക്കാൻ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം തൽക്കാലം ഇവളുടെ മൂഡ് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം. എസ്തർ, ആ മ്യൂസിക് ഒന്ന് ഓൺ ചെയ്യൂ. മ്യൂസിക് ഓൺ ചെയ്യാനോ? സാധാരണ ഞാൻ മ്യൂസിക് പ്ലെയറിലേക്ക് കൈവെക്കുമ്പോൾ തന്നെ എന്നെ വിലക്കാറാണല്ലോ പതിവ്. ഇന്നിതെന്ത് പറ്റി? ഇവൻ എന്തുകൊണ്ടാണ് മ്യൂസിക് ഓൺ ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന് രചന ഇന്നലെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് തന്നെ. നിന്നെ പോലെ തന്നെ ക്രിസ് മൊണാർക്കിനെയും ഡൗൺ ബീറ്റ്സിലെ അവരുടെ മൊമെന്റ്സും സിംഗിങ്ങും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും അവനിപ്പോഴും സോങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ കണക്ഷൻ ആണെന്ന് മാത്രം. ഞാൻ പോലും അതൊന്നും കേട്ടിട്ടില്ല. 1-2 റോയ്സ് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ്റെ കൂടെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വേറെ ആരെയും അവൻ ആ സോങ്സ് ഒന്നും കേൾപ്പിച്ചിട്ടില്ല. കാറിലെ മ്യൂസിക് പ്ലെയർ അവൻ ഓൺ ചെയ്യാൻ സമ്മതിക്കാത്തതിന് തന്നെ കാണാതെ അതിൽ നിറയെ അവൻ്റെ പേഴ്സണൽ കണക്ഷൻസാ. ഓ, അപ്പോൾ അതാണോ അവൻ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്യുമ്പോഴേക്കും ദേഷ്യപ്പെടുന്നത്? ഇപ്പോൾ അല്ലേ കാര്യം പിടികിട്ടിയത്. എസ്തർ, നീ എന്താ ആലോചിക്കുന്നത്? മ്യൂസിക് ഓൺ ചെയ്യേ. I wish you went behind my back and told me lies and stuff like that. I wish you kissed someone I know and did that unforgivable. Maybe hating you's the only way it doesn't hurt. So I'm gonna hate you, I'm gonna hate you. Paint you like the villain that you never were. I'm gonna blame you for things that you don't do. Hating you's the only way it doesn't hurt. It's not the truth, it's not the cure, but hating you's the only way it doesn't hurt. Turn
desert. എന്തിനാ അത് ഓഫ് ചെയ്തത്? ഹേ, അതൊന്നുമില്ല. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നീ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഈ സോങ്സൊക്കെ ഡെയിലി കേൾക്കാറുണ്ടെന്നും കൂടെ പാടാറുണ്ടെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനോ? ഇല്ല എന്നൊന്നും പറയണ്ട, ഞാൻ കേൾക്കാറുണ്ട്. നിന്റെ റൂം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം നീ മറക്കണ്ട. നീ പാട്ട് പാടുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. എസ്തർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? എന്ത് തീരുമാനം? അല്ല, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നത്. ഇല്ല. എന്നാ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് തവണ. പപ്പയുടെ ആഗ്രഹം നിറവേറ്റാനാണ് ആദ്യം ഞാൻ പാടാൻ തുടങ്ങിയതെങ്കിലും പതിയെ പതിയെ അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ ഏറെ സന്തോഷിച്ചത് പാട്ട് പാടുമ്പോഴും നിങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കോൺസേർട്സിനൊക്കെ പോകുമ്പോഴും ഒക്കെ ആയിരുന്നു. അതെല്ലാം ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിനക്കും അതങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാർ, റിസോർട്ടെത്തി. ഇറങ്ങിക്കോളും. എന്താ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യത്തെ സെറ്റിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാർക്കറ്റിലെത്തിച്ചിട്ട് അതിൻ്റെ സെയിൽസ് നോക്കിയിട്ട് വേണം ബാക്കി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് മെറ്റീരിയലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് എലൻ പറഞ്ഞത്. സോ പ്രൊഡക്റ്റ് ലോഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. യാ ഷുവർ, ഗെറ്റ് ഇൻ. ഓക്കെ ദെൻ, നമുക്കങ്ങനെ ചെയ്യാം. ഞാൻ ഡേറ്റ് ബാക്കിയുള്ളവരോട് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ സാർ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, എങ്കിൽ പിന്നെ നീ പൊക്കോ. എന്താ പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? നേരത്തെ കാറിൽ വെച്ച് പറഞ്ഞിരുന്നില്ലേ മ്യൂസിക് ഇൻഡസ്ട്രി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അന്നെടുത്ത ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു സജഷനാണ്. സാറിന് വീണ്ടും പാടാൻ തുടങ്ങിക്കൂടെ? ഇതിനു മുമ്പും ഇതുപോലൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പാടിയതല്ലേ? ഇതും അങ്ങനെ കരുതിയ പോരെ? ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കാത്തതല്ല. പക്ഷേ അന്നും ഇന്നും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അന്ന് ഞാൻ ഒറ്റക്കായിരുന്നു, എൻ്റെ മാത്രം ഡിസിഷനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നത്. എൻ്റെ കൂടെ മോണാർക്കും ഉണ്ടായിരുന്നു. നിനക്ക് തന്നെ അറിയാലോ, നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മ്യൂസിക് ഉപേക്ഷിച്ചത്. പക്ഷേ അതിൻ്റെ പഴി മുഴുവൻ കേട്ടത് ഞാനാണ്. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തതാണെന്നും പറഞ്ഞ് അന്ന് എല്ലാ മീഡിയാസും അതൊരു സെൻസേഷണൽ ന്യൂസാക്കി. ഞാനത് ഇഗ്നോർ ചെയ്തു. നീയും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കംബാക്ക് നടത്തിയാൽ അന്നത്തെ ആ വാർത്ത ശരിയാണെന്ന് ഉറപ്പിക്കുന്ന പോലെയായിരിക്കും. സോ ചെയ്യാത്ത തെറ്റിന് ഇനിയും പഴി കേൾക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കൂടെ മൊണാർക്കിനെ കൂടെ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോറി സർ, ഇറ്റ്സ് ഇംപോസിബിൾ. ബട്ട് എസ്തർ, ഗുഡ് നൈറ്റ് സർ. എന്നെപ്പോലെ തന്നെ നീയും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ത് വില കൊടുത്തും എൻ്റെ കൂടെ നിന്നെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഡൗൺ ബീറ്റ്സിൻ്റെ തിരിച്ചുവരവ്, അതാണ് എൻ്റെ സ്വപ്നം. അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും. എന്താ 3 പേർക്കും രാവിലെ തന്നെ എൻ്റെ ഓഫീസിൽ കാര്യം? നീ ഇന്നത്തെ ന്യൂസ് വല്ലതും കണ്ടായിരുന്നോ? ഞാൻ രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചതാണല്ലോ. എന്തു പറ്റി? എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തോ?
അത് രാവിലെ മുതലേ എല്ലാ ചാനലിലെയും എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ നിന്നെപ്പറ്റിയാണ് വാർത്ത. എന്നെ പറ്റിയോ? ഞാനതിന് സ്പെഷ്യലായിട്ടൊന്നും ചെയ്തില്ലല്ലോ. വാർത്തയൊക്കെ പഴയത് തന്നെ. നമ്മുടെ ബാൻഡ് ഡിസ്ബാൻഡായിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. മൊണാർക്കിനെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയത് നീയാണെന്നും അതിനു പുറകിൽ നിന്റെ സെൽഫിഷ് മോട്ടീവ്സ് ആണെന്നും ഒരു ലോക്കൽ ചാനലിലാണ് ആദ്യം വാർത്ത വന്നത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അത് ഏറ്റുപിടിക്കുകയായിരുന്നു. നിങ്ങളുടെ ഫാൻസ് ഒക്കെ ഭ്രാന്ത് പിടിച്ച മട്ടിലാണ്. ഏറെക്കുറെ ഈ പ്രശ്നം അവർ മറന്നു വന്നതായിരുന്നു. ഇപ്പോ നിന്നെ പറ്റിയുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ് സോഷ്യൽ മീഡിയ മുഴുവൻ. മതി, നിങ്ങൾ പൊക്കോ. ഇതെന്താ എല്ലാവരോടും ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, അതൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ച് വർക്കുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അവരെല്ലാവരും കൂടെ ഇവിടെ നിന്നിറങ്ങി പോകുന്നത് കണ്ടല്ലോ. എന്താ കാര്യം? ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇതെന്താ ക്രിസ്, മുഖം വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഒന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തോ പ്രശ്നമുണ്ട്. പനിയുണ്ടോ? ഞാൻ നോക്കട്ടെ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാകില്ല എന്നുണ്ടോ? എന്തിനാ ക്രിസ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നിനക്കറിയണോ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന്? വാ, ഞാൻ കാണിച്ചു തരാം. ഇന്നാ കാണ്. വളരെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു ബാൻഡായിരുന്നു ഡൗൺ ബീറ്റ്സ്. എന്നാൽ അവരുടെ ആരാധകരെയെല്ലാം വിഷമിപ്പിച്ചുകൊണ്ടാണ് 1 വർഷത്തിനു മുമ്പ് ബാൻഡിലെ പ്രധാന ഗായകരായ ക്രിസ് ഡിലനും മൊണാർക്കും മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്നും റിട്ടയർഡ് ആയത്. അവരുടെ വിടപറിച്ചിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു. തൻ്റെ ഫാമിലി ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് തൻ്റെ ഈ തീരുമാനമെന്ന് ക്രിസ് ഡിലൻ പറഞ്ഞപ്പോൾ മൊണാർക്കിന് പറയാൻ തക്കതായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുതന്നെയാണ് ഏറെ സംശയങ്ങൾക്കിടയാക്കിയത്. ക്രിസ് ഡിലന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മൊണാർക്കിനെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയതാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിനെ ന്യായീകരിക്കാനോ എതിർക്കാനോ ഒന്നും ഇരുവരും ഈ 1 വർഷക്കാലത്തിനിടയ്ക്ക് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അത് സംശയങ്ങളെ കൂടുതൽ ശരിവെക്കുന്നത് പോലെയാണ്. ക്രിസ് ഡിലൻ ഫാമിലി ബിസിനസ്സിൽ നിന്ന് മാറി സ്വന്തമായി ഡിലൻ ഡിസൈൻസ് എന്ന സ്ഥാപനം ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. എന്നാൽ മൊണാർക്ക് ഇപ്പോഴും അവരുടെ മുഖം പോലും തന്നെ മറഞ്ഞിരിക്കുകയാണ്. 1 വർഷങ്ങൾക്കിപ്പുറവും അവരെപ്പറ്റി ഒരു വിവരവുമില്ല. ക്രിസ് ഡിലനെതിരെ ആരാധകരും ഹേറ്റേഴ്സുമെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം പിന്നിടുമ്പോഴെങ്കിലും ആരാധകർക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ക്രിസ് ഡിലൻ മുൻപോട്ട് വരണമെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത്. കമന്റ് സെക്ഷൻ നോക്ക്. എനിക്കെതിരെയുള്ള തെറിവിളികളും ക്യാമ്പയിനുകളുമാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ ദേഷ്യപ്പെടാതെ ഇരിക്കണമെന്നാണോ നീ പറയുന്നത്? എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പഴി കേട്ട ആളാണ് ഞാൻ. അതിന് പിറകിൽ ആകാശായിരുന്നു. എനിക്ക് പ്ലേബോയ് എന്ന മുദ്ര കുത്തി തന്നതും അവൻ തന്നെ. ഇപ്പോൾ ഇതും കൂടെ ആയി. ഇതൊന്നും ഞാൻ കെയർ ചെയ്യില്ല. പക്ഷേ എൻ്റെ നെഗറ്റീവ് ഇമേജ് എൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിലും ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എൻ്റെ കുറവുകൾ കാണിക്കാൻ എനിക്കിഷ്ടമല്ല. ഇനി ഈ പ്രശ്നം കാരണം എൻ്റെ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കാനും പാടില്ല. കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരുടെ മുൻപിൽ തോൽക്കാൻ പറ്റില്ല. ഡിലൻ ഡിസൈൻസിനെ രക്ഷിക്കാൻ ഇനി നിന്നെക്കൊണ്ടേ പറ്റൂ. എൻ്റെ നെഗറ്റീവ് ഇമേജ് മാറ്റാൻ നീ തന്നെ ഇത് തെറ്റാണെന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ചിൻ്റെ ദിവസം മീഡിയക്കാരൊക്കെ ഉണ്ടാകും. അന്ന് നീ ഒരിക്കൽ കൂടി ആ ബട്ടർഫ്ലൈ മാസ്ക് അണിയണം. എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണം. നിനക്ക് തീരുമാനമെടുക്കാൻ 2 ആഴ്ച സമയമുണ്ട്. ഈ കമ്പനിയുടെ നിലനിൽപ്പ് ഇനി നിന്റെ കയ്യിലാണ്.
പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായല്ലോ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എസ്തർ. ഇപ്പോൾ അവളെ കാണാനുമില്ല. എന്താ ചെയ്യുക? അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഇനി അർത്ഥമില്ല. So, before winding up, I would like to thank everyone who have gathered here. Excuse me. Everybody, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ പോവുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാനുണ്ട്. ഞാൻ ആ ഗസ്റ്റിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എടാ മൊണാർക്ക്, Thank you for coming. Thanks a lot. ഹായ് എവ്രി വൺ, ലോങ് ടൈം നോ സീ അല്ലേ? ഇന്ന് ഇവിടെ വരണമെന്ന് ഞാൻ ഒട്ടും തീരുമാനിച്ചതല്ല. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷമായതിനാൽ അതിൽ പങ്കുകൊള്ളണമെന്ന് ഞാൻ കരുതി. അതിനേക്കാളുപരി മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളെ ചൊല്ലി എല്ലാ മീഡിയാസിലും വാർത്തകൾ പരക്കുകയുണ്ടായി. ചെയ്യാത്ത തെറ്റിനെ ക്രിസ് ഡിലൻ പഴി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് തുടരാൻ പാടില്ല. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ കാരണം ക്രിസ് അല്ല, മറിച്ച് എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ പപ്പ മരിച്ചത് മൂലമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം. ഞാൻ മാനസികമായി തളർന്ന ഒരു സമയമായിരുന്നു അത്. ഞാനും ക്രിസും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇന്നും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് തന്നെ. ഇനിയെങ്കിലും കാര്യമറിയാതെ മുൻപ് ചെയ്തതുപോലെ ക്രിസിനെ ബ്ലെയിം ചെയ്യരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. മൊണാർക്കും ഡൗൺ ബീറ്റ്സിലെ മറ്റ് അംഗങ്ങളെല്ലാവരും ഇവിടെയുള്ള ഈ അവസരത്തിൽ എനിക്ക് ഒരു അനൗൺസ്മെൻറ്റ് നടത്താനുണ്ട്. അനൗൺസ്മെൻറ്റോ? ഇവനതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഡിസ്ബാൻഡായ ഡൗൺ ബീറ്റ്സ് തിരിച്ചു വരാൻ പോവുകയാണ്. ഉടൻ തന്നെ ഞങ്ങളുടെ പുതിയ ആൽബം പ്രതീക്ഷിക്കാം. കംബാക്കിൻ്റെ തീയതി പിന്നീട് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിലൂടെ അറിയിക്കുന്നതാണ്. ആരോട് ചോദിച്ചിട്ടാ ഇവൻ ഈ തീരുമാനമൊക്കെ എടുത്തത്? ഡൗൺ ബീറ്റ്സ് തിരിച്ചു വരുമ്പോഴും അവൻ എന്തൊക്കെയാ ആ സ്റ്റേജിൽ കിടന്ന് വിളിച്ചു പോവിയത്? അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എനിക്ക് പിടിതരാതെ ഒളിച്ചു നടക്കുക. ഇപ്പോൾ ഉറങ്ങാൻ അവൻ എന്തായാലും റൂമിൽ കയറുമല്ലോ. അപ്പോൾ കൈയോടെ പിടിക്കാമെന്ന് കരുതി പുറത്തിറങ്ങാൻ നിന്നപ്പോഴാണ് ഇവർ രണ്ടും കയറി വന്നത്. ഇനി ഇവര് പോയല്ലാതെ ക്രിസിനോട് സംസാരിക്കാൻ പറ്റില്ല. അല്ല, മൊണാർക്ക് വന്നപ്പോ നീ എവിടെയായിരുന്നു? നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിനക്ക് മൊണാർക്കിനെ കാണാൻ ഒരു ഭാഗ്യമില്ല. അന്നും നമ്മൾ അലീഷയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോ നിനക്ക് മൊണാർക്കിനെ കാണാൻ പറ്റിയില്ലല്ലോ. ഞാനോ? ഞാൻ ബാക്ക് സ്റ്റേജിലുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണല്ലോ. പിന്നെ ഞാൻ മൊണാർക്കിനെ കണ്ടിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ബാക്ക് സ്റ്റേജിൽ എൻ്റെ കൂടെ അല്ലായിരുന്നോ മൊണാർക്ക് ഉണ്ടായിരുന്നത്? ഓ ആണല്ലേ. രചന, വാ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. കുറേ ദിവസമായില്ലേ ഇവൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ചിൻ്റെ ആവശ്യങ്ങൾക്കായി ഓടി നടക്കുന്നു. അവൾ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. വാ നമുക്ക് പോകാം. ആ അത് ശരിയാ. എന്നാ പിന്നെ നീ റെസ്റ്റ് എടുക്ക്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ മൊണാർക്കിൻ്റെ ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് നന്നായില്ലേ? അതുകൊണ്ട് നിനക്ക് ഇന്നത് ഇടാൻ പറ്റി. എന്തായാലും നീ വീണ്ടും മൊണാർക്കാകാൻ തീരുമാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. അതിന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എലൻ വേഗം വാ, അവൾ കിടന്നോട്ടെ. ദാ വരുന്നു. ഇതിനൊക്കെ കാരണം ക്രിസ്സ. അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ?
ഞാൻ അറിഞ്ഞിരുന്നില്ല. ക്രിസ്, ഒന്ന് പുറത്തേക്ക് വരുമോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. യാ ഷുവർ. എടാ, നിങ്ങളൊക്കെ കണ്ടില്ലേ അവൾ എത്ര അധികാരത്തിലാ ക്രിസിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നതെന്ന്. അവർ ഇപ്പോഴും നല്ല അടുപ്പത്തിൽ തന്നെയാ. ഒന്നെണീച്ച് പോടാ ഇവിടുന്ന്. ആകാംക്ഷ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ, എലിനും ക്രിസും റിലേഷൻഷിപ്പിലാണെന്ന്. അവൾ ഓഫീസിൽ വല്ല കാര്യവും പറയാൻ വന്നതായിരിക്കും. ചിലപ്പോ എസ്തറിന് ഇപ്പോഴും ക്രിസിന് ഇഷ്ടമുണ്ടെങ്കിലോ? എലൻ അവളുടെ സിസ്റ്റർ അല്ലേ, അവളുമായിട്ട് ക്രിസിന് റിലേഷൻഷിപ്പ് ഉള്ളത് അറിഞ്ഞതുകൊണ്ട് പറയാത്തതായിരിക്കും. ഇരുന്ന് മണ്ടത്തരം എഴുന്നള്ളിക്കാതെ നീ ഒരെണ്ണം അടിക്കാൻ നോക്ക്. നീ എന്തിനാ എന്നെ നിന്റെ റൂമിൽ കയറ്റി വാതിലടിച്ചത്? എന്താ നിന്റെ ഉദ്ദേശം? അറിയാലോ, എലനുമായിട്ട് ഞാനിപ്പോ റിലേഷനിലാണ്. പണ്ടത്തെ നമ്മുടെ ഇഷ്ടവും പറഞ്ഞ് എന്നെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. അയ്യേട്ടാ, ആർക്കും ഇവിടെ നിന്നെ മുതലെടുക്കണമെന്നില്ല. കാട് കീറി ചിന്തിച്ച് വെറുതെ തലമുണ്ടാക്കണ്ട. ഞാൻ നീ നേരത്തെ സ്റ്റേജിൽ വിളിച്ചു പോകിയ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് വിളിച്ചത്. നിന്നെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീണ്ടും ആ മാസ്ക് അണിഞ്ഞത്. അത് നിന്റെ നല്ലതിനു വേണ്ടി. എന്നിട്ട് നീ എന്താ ചെയ്തത്? കിട്ടിയ അവസരം മുതലെടുത്തു. ഞാൻ പാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, നീയല്ല. ആരോട് ചോദിച്ചിട്ടാ ബാൻഡിന്റെ കംബാക്ക് ക്രിസ് അനൗൺസ് ചെയ്തത്? ശരിയാ, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. നിന്നോടോ അവന്മാരോടോ ഒന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാനത് അനൗൺസ് ചെയ്തത്. പക്ഷേ അതിനു പിറകിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. എന്തിനാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബാൻഡ് പിരിഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ബാൻഡ് ഡിസ്ബാൻഡ് ആകാൻ കാരണം, അല്ലേ? നമ്മൾ രണ്ടുപേരും അന്ന് ദേഷ്യത്തിന്റെ പുറത്ത് മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം മാത്രമാണ് അന്ന് ചിന്തിച്ചിരുന്നത്. നമ്മുടെ രണ്ടുപേരെയും ആശ്രയിച്ച് വേറെ ചിലർ കൂടെ ഉണ്ടായിരുന്നു. ആ കാര്യം നമ്മൾ പാടെ മറന്നു. നമ്മുടെ തീരുമാനങ്ങൾ അവരെ കൂടെ ബാധിക്കുമെന്നും നമ്മൾ ഓർത്തില്ല. ഞാൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. റോയ്സ്, ഗൗതം, മൈക്കിൾ, അയാൻ. നമ്മുടെ ബാൻഡിൻ്റെ പോപ്പുലാരിറ്റി പീക്ക് ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ ഡിസ്ബാൻഡ് ആയത്. അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു ബാൻഡ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഉള്ള വേറെ ഏതെങ്കിലും ബാൻഡിലേക്ക് പോയി ചേരുകയോ ചെയ്യാമായിരുന്നു. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ പോപ്പുലർ ആയിരുന്നു, വെൽ ടാലൻറ്റഡ് ആണ്. പക്ഷേ അവരങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട്? കാരണം അവർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അത്രമാത്രം വാല്യൂ നൽകുന്നത് കൊണ്ട്. അങ്ങനെയുള്ള അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നീ കണ്ടതല്ലേ നേരത്തെ ഞാൻ നമ്മുടെ കംബാക്ക് അനൗൺസ് ചെയ്തപ്പോൾ അവരുടെ സന്തോഷം. ആ സന്തോഷം ഇല്ലാതാക്കണമെന്നാണോ നീ പറയുന്നത്? പിന്നെ നീ പറഞ്ഞല്ലോ, നീ പാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല നീയാണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് ഇനിയും പാടണമെന്ന് ആഗ്രഹമില്ലേ? കണ്ടില്ലേ, നിന്റെ മൗനം തന്നെ മതി നിന്റെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. നിനക്ക് എന്തുകൊണ്ട് അത് സമ്മതിച്ചുകൂടാ? ആരെയാ നീ പേടിക്കുന്നത്? നിനക്ക് വേണ്ടിയില്ലെങ്കിലും നമ്മുടെ ബാൻഡിന് വേണ്ടി നീ വീണ്ടും പാടണം, പ്ലീസ്. ക്രിസിൻ്റെ PA ആയപ്പോഴേ എനിക്ക് പേടിയുണ്ടായിരുന്നു അവനോടുള്ള എൻ്റെ സ്നേഹം പുറത്ത് ചാടുമോ എന്ന്. ഇനി ബാൻഡിൻ്റെ ആവശ്യത്തിനും കൂടി നമ്മൾ ഒരുമിച്ച് സമയം ചിലവഴിച്ചാൽ എന്തായിത്തീരുമെന്ന് എനിക്കൊരെത്തും പിടിയില്ല. ക്രിസിനെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ പപ്പ മരിച്ച ആ ദിവസം ഓർമ്മ വരും. ഞാൻ കൂടുതൽ വെറുക്കുന്ന, മറക്കാൻ ആഗ്രഹിക്കുന്ന രാത്രി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, എനിക്ക് സ്നേഹവും സംരക്ഷണവും നൽകിയ എൻ്റെ ജീവിതത്തിലെ തന്നെ പ്രധാനപ്പെട്ട 2 പുരുഷന്മാരെ എനിക്ക് ആ രാത്രി നഷ്ടപ്പെട്ടു. 1, എനിക്ക് ജന്മം നൽകിയ പപ്പ. 2, ഞാൻ ജീവന തുല്യം സ്നേഹിച്ച ക്രിസ്. എനിക്കറിയാമായിരുന്നു ഞങ്ങളെ വേഗം പറഞ്ഞയക്കാൻ നീ ധൃതി കാണിച്ചത് ഇതിനു വേണ്ടിയായിരിക്കുമെന്ന്. റെജിന, പേടിക്കണ്ട, അവൾ നല്ല ഉറക്കവാ. നീ എന്തിനാടി മണ്ടി കരയുന്നത്? ക്രിസിനെ ആലോചിച്ചാണെങ്കിൽ വെറുതെ കരഞ്ഞ സമയം കളയണ്ട. അവനിപ്പോൾ എൻ്റേതല്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നിനക്ക് എങ്ങനാടി അവനെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മുടെ പപ്പ മരിച്ചത് അവൻ്റെ കൈ കൊണ്ടല്ലേ. അവനെ കാണുമ്പോൾ നിനക്ക് പപ്പയെ ഓർമ്മ വരുന്നില്ലേ? ക്രിസ് അറിഞ്ഞുകൊണ്ട് പപ്പയുടെ ജീവൻ എടുത്തതല്ലോ.
അതൊരു കയ്യബദ്ധമല്ലേ? ഇവിടെ ഓരോ ദിവസവും എന്തോരം ആക്സിഡന്റ് നടക്കുന്നു. അതൊന്നും ആരും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ലല്ലോ. നിനക്ക് അങ്ങനെ പറയാം, അത് നേരിട്ട് കാണേണ്ടി വന്ന എന്റെ മാനസികാവസ്ഥ എന്താ നീ മനസ്സിലാകാത്തത്? ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസമായിരിക്കില്ലേ? നിന്നെ പോലെയല്ല ഞാൻ. അത് വിട്, അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നീ എന്താ നേരത്തെ പറഞ്ഞത്? വീണ്ടും പാടണോ വേണ്ടയോ എന്ന് നീ തീരുമാനിച്ചിട്ടില്ല എന്നല്ലേ? പപ്പയെ ഓർത്തല്ലേ നീ ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിന്നോട് ഇതുവരെ അത് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നീ പാടുന്നതാണ് പപ്പയ്ക്കിഷ്ടം. നീ ഇല്ലാത്ത സമയം നിന്റെ മ്യൂസിക് വീഡിയോ ഒക്കെ കുത്തിയിരുന്ന് കാണും. നിന്റെ പാട്ടുകളാണ് എപ്പോഴും കേൾക്കുന്നത്. നിന്നെ അധികം പ്രോത്സാഹിപ്പിക്കാതിരുന്നത് നീ എങ്ങാൻ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. അല്ലാതെ നീ പാടുന്നത് പപ്പയ്ക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഇതുവരെ നീ നിനക്ക് വേണ്ടി പാടി. ഇനി നീ മരിച്ചുപോയ നമ്മുടെ പപ്പയ്ക്ക് വേണ്ടി പാട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഗുഡ് നൈറ്റ്. പപ്പയ്ക്ക് എന്റെ പാട്ടൊക്കെ ഇഷ്ടമായിരുന്നെന്നു. ഞാൻ പാടുന്നത് പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന് ഞാനിത് അറിയാതെ പോയില്ല പപ്പ. പപ്പ മരിച്ച സമയത്ത് ഞാൻ തീരുമാനിച്ച കാര്യ പപ്പയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യരുതെന്ന്. പപ്പയ്ക്ക് ഞാൻ പാടുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് കരുതിയ ഞാൻ മ്യൂസിക് ഉപേക്ഷിച്ചത് തന്നെ. പക്ഷെ പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന് ഞാൻ എന്തായാലും പപ്പയ്ക്ക് വേണ്ടി പാടും. നീ എന്താ എന്നോടെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിന്നോട് ഇതെങ്ങനെയാ ഒന്ന് അവതരിപ്പിക്കുക എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്താണേലും നീ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അലീഷ അവളുടെ കൂടെ കളിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വഴക്ക് കൂടുക. അവളുടെ വല്ല ഫ്രണ്ട്സിനെയും ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യേ, അവർക്ക് ഇവിടുന്ന് കളിക്കാലോ. അതല്ല അലനെ, അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ കളിക്കാൻ സിബ്ലിങ്സ് ഉണ്ട്. അപ്പോ അവക്കും അതുപോലെ ഒരു അനിയനെയോ അനിയത്തിയോ കൊടുക്കണം എന്ന് അവള് പറയുന്നത്. അതിന് ഇത് നീ എന്നോടാണ് സംസാരിക്കേണ്ടത്, ജയിനോടല്ല സംസാരിക്കേണ്ടത് ഈ കാര്യം. അതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അവനൊന്ന് നിന്ന് തന്നിട്ട് വേണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴും വർക്കിന് പോകുമ്പോ കവളത്ത് തരുന്ന ഒരു കിസ്സല്ലാതെ വേറൊന്നും ഞങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല. അന്യ ഞാൻ നിന്റെ അനിയനാ, ഇങ്ങനത്തെ കാര്യമൊക്കെ എന്നോട് സംസാരിക്കാൻ പറ്റൂ? നീ എന്റെ അനിയൻ മാത്രല്ലല്ലോ, ജയിന്റെ ഫ്രണ്ട് കൂടെ അല്ലേ. നീ വേണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. നീ അവനോടൊന്ന് സംസാരിക്കണം. എടാ, നീ ന്യൂസ് വല്ലതും കണ്ടോ? എനിക്ക് നിങ്ങൾ സംസാരിക്കേ. എന്താ ന്യൂസില്? ഡൗൺ ബീറ്റ്സിന്റെ കംബാക്ക്, അതാണിപ്പോ എല്ലാ സോഷ്യൽ മീഡിയയിലും ചർച്ച. ഡൗൺ ബീറ്റ്സിന് കംബാക്കോ? മൊണാർക്ക് കോൺഗ്രസ് ഒന്നും ഇല്ലാതെ എന്ത് കംബാക്ക്? അതിന് അവരില്ലെന്ന് ആരാ പറഞ്ഞത്? ക്രിസ് ഡിലനും മൊണാർക്കും മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാണെന്ന്. ഇന്ന് ക്രിസിന്റെ കമ്പനിയുടെ പ്രൊഡക്ഷൻ ലോഞ്ച് ആയിരുന്നു. അതിന്റെ സ്റ്റേജ് വെച്ചാ അവരിത് അനൗൺസ് ചെയ്തത്. നീ അർജന്റായിട്ട് ഫ്ലൈറ്റ് റെഡിയാക്ക്, ഞാൻ അങ്ങോട്ടേക്ക് പോകാം. ന്യൂസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളല്ല, ഞാനാ പോകുന്നത്, ഞാൻ ഒറ്റക്ക്. അതെന്താ, ഞാൻ വരണ്ടേ? വേണ്ട. എടാ, നിന്റെ കല്യാണം കഴിഞ്ഞാന്ന് നിനക്കറിയാലോ. നീ അലീഷയുടെ പേരും പറഞ്ഞ ഹണിമൂണിന് പോലും പോയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ 3 പേരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് എങ്ങാനും പോകും. അല്ലാതെ എപ്പോഴും എന്റെ പുറകെ തന്നെ നടക്കല്ലേ. നീ എന്താണ് ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ജയ്, ഞാൻ വളച്ചു കെട്ടാതെ കാര്യം പറയാം. അലീഷക്ക് ഒരു അനിയനോ അനിയത്തിയോ വേണമെന്നും പറഞ്ഞ് അവൾ അങ്ങയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ? ഇനി ഒരു കുട്ടിയെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങ്. എടാ, അതെങ്ങനെയാടാ? ഞാൻ നിനക്കറിയുന്നതല്ലേ അന്ന ഡൊമസ്റ്റിക് വയലൻസിന്റെ വിക്റ്റിമാണെന്ന്. അവൾക്ക് നമ്മളൊക്കെ തൊടുമ്പോ തന്നെ പേടിയാണെന്നും നിനക്കറിയുന്നതല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാടാ ഈ ഒരു കാര്യം അവളോട് സംസാരിക്കുന്നത്? അന്ന എന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ കരുതി നീ ഇമ്പോർട്ടന്റ് ആന്ന്. ഇപ്പോഴല്ല മനസ്സിലായത് ഇമ്പോർട്ടന്റ് അല്ല, തനി പൊട്ടനാണെന്ന്. അന്ന ഇവിടെ വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചെന്നോ? അതെ, അവളിപ്പോ വന്നത് അതിനായിരുന്നു. ശരിയാ, അന്നയ്ക്ക് ടച്ച് ചെയ്യുന്നതൊക്കെ പേടിയായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയത് കൊണ്ട് അവൾ കല്യാണത്തിന് തന്നെ റെഡിയായത്. അലീഷയെ പോലെ തന്നെ അവൾക്കും ഒരു കുഞ്ഞ് വേണമെന്നുണ്ട്. അതുകൊണ്ട് നീയും അതിനുള്ള പ്രോഗ്രസ് നടത്തണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല, നിങ്ങൾ 2 പേരും കൂടി സംസാരിച്ച് തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും നീ അവരെ 2 പേരെയും കൊണ്ട് ഒരു ട്രിപ്പിന് എന്തെങ്കിലും പോ, എന്നിട്ട് അവിടെ വെച്ച് സംസാരിക്കും. അന്നയ്ക്ക് അൺകംഫർട്ടബിൾ ആകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും നിൽക്കാഞ്ഞത്. എന്തായാലും ഇനി ഞാൻ നോക്കിക്കോളാം.
ഹലോ. എൻ്റെ ഈശോയെ, ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതിനെ പേടിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ അടുത്ത് വന്നിരുന്നിട്ട് നീ അറിയാതെ പോയത് എൻ്റെ കുറ്റമാണോ? അല്ല, ഇതിന് മാത്രം എന്താ നീ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്നത്? പാടണ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലേ? ആരോണ് തീരുമാനമായിട്ടില്ലെന്ന് ഇന്നലെ തന്നെ അതിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്തി. ഡൗൺ ബീറ്റ്സിന് വേണ്ടി വീണ്ടും പാടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ആഹാ, നല്ല തീരുമാനം. അതിനെപ്പറ്റി അല്ലെങ്കിൽ പിന്നെ എന്തിനെ പറ്റിയാ രാവിലെ തന്നെ ഇത്രമാത്രം ആലോചിച്ചു കൂട്ടുന്നത്? അതോ, ഞാൻ ഇവിടെ വന്നിരുന്ന് ആലോചിക്കുകയായിരുന്നു. നമ്മൾ ഇവിടെയല്ലേ പണ്ട് എൻ്റെ ലോക്കറിൻ്റെ കീ ബോക്സിലാക്കി കുഴിച്ചിട്ടത്? ക്രിസിന് ഓർമ്മയില്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. മറന്നത് നീയല്ലേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരുമിച്ച് തുറക്കാന്നല്ല പറഞ്ഞത്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെയില്ലേ, നമുക്ക് തുറന്നാലോ? എന്തിന്? അതിൽ പുതുതായിട്ട് നമ്മൾ രണ്ടാളും ഒന്നും തന്നെ വെച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാ അത് തുറക്കുന്നത്? അല്ല, നമ്മുടെ പഴയ കളക്ഷൻസ് കാണാലോ. വേണ്ട എസ്തർ, അത് തുറന്ന് പഴയ ഓർമ്മകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരണ്ട. അതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ റിസോർട്ടിലേക്ക് പോകാം, നീ വരുന്നുണ്ടോ? ആ, ഞാൻ വരാം. ഇതാരാ രാവിലെ തന്നെ? ഇവൻ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്നായിരിക്കും ക്രിസ് ഇപ്പൊ ആലോചിക്കുന്നത്. ഞാൻ വന്നത് രണ്ട് കാര്യത്തിനാ. ഒന്ന്, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് നീയും മൊണാർക്കും മറന്നിട്ടുണ്ടാകും. പക്ഷേ എനിക്കതങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നീ വേഗം മൊണാർക്കിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് എസ്തറിനോട് പറയാനുള്ളതാ. എസ്തർ, ഇവിടെ നമുക്ക് രണ്ടുപേർക്കും ആരുടെയും ശല്യമില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലമേതാ? നമുക്ക് ഗാർഡന്റെ സൈഡിലേക്ക് പോകാം, വാ. നീയാണ് മൊണാർക്കെന്ന് ക്രിസിന് അറിയാമല്ലേ? നീയാണ് മൊണാർക്കെന്ന കാര്യം എനിക്കറിയാമെന്ന് അവനറിയോ? ഇല്ല. അപ്പോ മൊണാർക്കിനോട് പറയാനുള്ളത് ഞാൻ ഒരുമിച്ച് പറഞ്ഞതാ. എന്നോട് പറയാനുള്ളത് എന്താ? ഹലോ അലൻ, നമ്മൾ മീറ്റിങ്ങിലും കോൺഫറൻസിലും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അലനെ പോലെയുള്ള ഒരു വലിയ ആൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിൽ സന്തോഷം. അയ്യോ, എന്തൊക്കെയാ സാർ പറയുന്നത്? നിങ്ങളെപ്പോലെ മുതിർന്ന എന്നെക്കാൾ പരിചയസമ്പത്തുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അലൻ, ഇത് മേരി ആൻറ്റി, ക്രിസിന്റെ മമ്മ. ആ, എനിക്കറിയാം. നൈസ് ടു മീറ്റ് യു. ആൻറ്റി, ഇത് അലൻ വെസ്റ്റ്, മൈ ഫിയാൻസി. ഫിയാൻസി?